ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പെടുക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ഇതാണ് ആദ്യത്തെ രംഗം. ഇന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇതുപോലുള്ളൊരു സംഭവം നമ്മുടെ ചുറ്റും കാണുകയാണെങ്കിൽ, നമ്മൾ ഈ പാവപ്പെട്ട ലാസർ, അവൻ ദരിദ്രനാണ്. അവൻ്റെ പേര് എങ്ങനെയാണ്? ദരിദ്രനായ ലാസർ. അവൻ രോഗിയാണ്. ശരീരം മുഴുവനും വ്രണം നിറഞ്ഞാണ് അവൻ കിടക്കുന്നത്. അവൻ രോഗിയാണ്. മാത്രമല്ല, അവനെ സഹായിപ്പാൻ ആരുമില്ല. അവന് നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നാക്കും. ആലോചിച്ച് നോക്കൂ, ഒന്ന് ഈച്ചയെ ഒന്ന് ആട്ടാൻ, ഈ നായ്ക്കൾ വരുമ്പോൾ ഒന്ന് ഓടിക്കാൻ ഒരു മനുഷ്യനില്ല. അവന് സ്വതവേ കഴിയില്ല. അവൻ്റെ വ്രണം നാക്കുന്നു. നായ്ക്കൾ വന്നുവെന്നല്ല, അവൻ്റെ വ്രണം നാക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് സഹായിപ്പാൻ കഴിയില്ല. അവനെ സഹായിക്കാൻ ഒരാളും അവിടെ ഇല്ല. മാത്രമല്ല, ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ? നമുക്ക് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇത്രാമത്തെ വയസ്സിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം സാധിപ്പിച്ചു തന്നു. നല്ല കാര്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇവന് ആഗ്രഹിച്ച കാര്യം നടന്നില്ല. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പെടുക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. തിന്നു എന്ന് നമ്മൾ വായിക്കുന്നില്ല, എന്തു കഴിച്ചു അറിഞ്ഞുകൂടെ പ്രിയപ്പെട്ടവരെ. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തൊരു മനുഷ്യൻ നമ്മൾ സഹതാപത്തോടെ കാണും. വളരെ സഹതാപത്തോടുകൂടെ നമ്മൾ കാണുന്ന ഒരു മനുഷ്യൻ. എന്നാൽ അടുത്ത വാക്യം, ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. രംഗം 2. ഇതാണ് പ്രധാനം. എന്തുകൊണ്ട് കർത്താവ് ഈ സംഭവം പറഞ്ഞു? ധനവാന്റെയും ലാസറിന്റെയും സംഭവം എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു? പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ: മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഇതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. ഈ 4 കാര്യങ്ങൾ മറക്കരുത്. മാത്രമല്ല, അതിൻ്റെ അർത്ഥം എന്താണ്? 2 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന 2 സ്ഥലമുണ്ട്. പിതാക്കന്മാർ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരിക്കൽ പറഞ്ഞു, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. 2 വാതില്, 2 വഴി. നിങ്ങൾ ശ്രദ്ധിക്കണം. 2 വാതില്, 2 വഴി. അത് ചെന്നെത്തുന്നത് 2 സ്ഥലത്തേക്കാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ 2 സ്ഥലത്ത്, 2 ലോകത്ത് ജീവിക്കാനുള്ളവരാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ലോകം, പിന്നെയോ മരണത്തിന് ശേഷം ചെന്നെത്തുന്ന ഒരു സ്ഥലം. അതാണ് പ്രധാനം. അതാണ് നിത്യമായിട്ടുള്ളത്. ഇവിടെ വളരെ ചുരുങ്ങിയ കാലം, 30 വർഷം, 40 വർഷം, 60 വർഷം, എത്രയാ കൂടിയാൽ 70, 80. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖമുള്ളത്. എന്നാൽ നിത്യമായി നാം ചെല്ലുന്ന സ്ഥലമാണ് പ്രധാനം. ഇത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മോട് ഈ സംഭവം, ധനവാന്റെയും ലാസറിന്റെയും കാര്യം പറയുന്നത്. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. 16:22. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അടക്കമെന്നുള്ളതിനല്ല പ്രസക്തി. ശരിയാണ്, ഒരു ഡെഡ് ബോഡി, ഏറ്റവും നല്ല ശവസംസ്കാരം നമ്മൾ ചെയ്യണം. അത് ആ ഡെഡ് ബോഡിയുള്ള ബഹുമാനമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളോടുള്ള ബഹുമാന സൂചകമായി, ആദര സൂചകമായി ഏറ്റവും നല്ലതായ ഒരു ശവമടക്ക് നടത്തണം. പക്ഷേ അടക്കമല്ല പ്രധാനം, ഒടുക്കമാണ് പ്രധാനം. ആത്മാവിൻ്റെ ഒരുക്കമാണ് പ്രധാനം.
അടക്കം എങ്ങനെയായി എന്നുള്ളതല്ല കാര്യം, പിന്നെയോ ആത്മാവിന്റെ ഒരുക്കമാണ് പ്രധാനം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷെ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവൻ മേലോട്ട് നോക്കി. എന്തുകൊണ്ടാണ് ഈ ധനവാൻ നരകത്തിൽ പോകാൻ കാരണം? ഒരിക്കലും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല ധനമുള്ളത് കൊണ്ട് ഒരു വ്യക്തി നരകത്തിൽ പോകുമെന്ന്. ലാസറിനെ പോലെ ദരിദ്രനായി വ്രണം നിറഞ്ഞ് ആരും നോക്കാനില്ലാതെ കിടക്കുന്ന എല്ലാ വ്യക്തികളും സ്വർഗത്തിലെത്തുമെന്നും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഉത്തരം നമുക്കറിയാം. 16-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. അതിന് അവൻ അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ പാതാളത്തിലെത്തിയ ഈ ധനവാൻ അവിടെ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. അബ്രഹാം പിതാവേ, ലാസറിനെ ഒന്നിങ്ങോട്ട് അയക്കണം. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ ഒന്ന് അയക്കണമെന്ന് പറഞ്ഞു. അബ്രഹാം പിതാവ് പറഞ്ഞു, പറ്റില്ല. ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല, അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് പോകാനും പറ്റില്ല. മരണശേഷം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം ധനവാനെ, ജീവിച്ചിരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ നീ തീരുമാനിക്കണം. ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആ ധനവാൻ വളരെ വേദനയോടുകൂടെ പറഞ്ഞു. അവന് മനസ്സിലായി അസാധ്യമായ കാര്യമാണ്. മരണത്തിന് ശേഷം ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. മരണത്തിന് ശേഷം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവൻ അടുത്ത വാക്യം അബ്രഹാം പിതാവിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അബ്രഹാം പിതാവേ, എൻ്റെ വീട്ടിലേക്ക് അവനെ ഒന്ന് അയക്കണം. അവിടെ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ ഈ ലാസർ ഒന്നിൻ്റെ നാട്ടിലേക്ക് ചെന്ന് അവരോട് സാക്ഷ്യം പറയട്ടെ. മരിച്ചു, ലാസർ മരിച്ച കാര്യം എല്ലാവർക്കും അറിയാം. ആരോ അടക്കി, ആ നാട്ടില്, ഗ്രാമത്തില്, പഞ്ചായത്തില്, പൊതു ശ്മശാനത്തിലോ അറിയാൻ പാടില്ല, എവിടെയോ അടക്കി. ഒരാൾ മരിച്ചു, എല്ലാവർക്കും അറിയാം. ഒരു ദിവസം നോക്കുന്നു, ആ ഗ്രാമത്തിൽ ഇവിടെ ഉയർന്നിരിക്കുകയാണ്, ലാസർ വീണ്ടും തിരിച്ചു വരികയാണ്. ലാസർ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ, കൂട്ടായ്മ കൂടിയപ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയാൻ അവസരം തന്നില്ലല്ലോ. ഞാനിപ്പോൾ എവിടെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഞാൻ സ്വർഗത്തിലാണ്, അബ്രഹാം പിതാവിന്റെ മടിയിലാണ്. നിങ്ങളിങ്ങനെ ജീവിച്ച പോരാ, നിങ്ങൾക്ക് മാനസാന്തരം വേണം. ഇങ്ങനെയൊക്കെ പറയാൻ ലാസറിനെ ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തേക്ക് ഒന്ന് അയക്കണം. മരിച്ച ലാസർ ഒന്ന് ചെന്ന് ഒരു സാക്ഷ്യം പറഞ്ഞാൽ, അബ്രഹാം പിതാവ് പറയുന്നുണ്ട്, അങ്ങനെയല്ല, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. അങ്ങനെയല്ല കർത്താവേ, അവരുടെ വാക്കൊന്നും അവർ കേൾക്കൂല. ധനവാൻ മരിച്ചപ്പോൾ ഒരുപക്ഷെ ധനവാൻ കണ്ടു കാണും, തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തൻ്റെ 5 സഹോദരങ്ങൾ ആ ഡെഡ് ബോഡിയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു. ഈ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും മരണസമയത്ത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നത് ഒരുപക്ഷെ ധനവാൻ കണ്ടിരിക്കുക. തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ആ അന്ത്യചുംബനം ജീവിച്ചിരുന്നപ്പോൾ ചുംബിക്കാനോ സ്നേഹിക്കാനോ സാധിച്ചില്ല. എന്നാൽ അന്ത്യചുംബനം കൊടുത്തപ്പോൾ എൻ്റെ സഹോദരനെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഒരുപക്ഷെ 5 സഹോദരന്മാരുടെയും കണ്ണിലൂടെ, ഹൃദയത്തിലൂടെ പോയത് ഒരുപക്ഷെ ധനവാൻ കണ്ടിരിക്കാം, അറിഞ്ഞുകൂടാ. അവന് മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ടവർ, അവരോട് വലിയ സ്നേഹമുണ്ടായി. പക്ഷെ അബ്രഹാം പിതാവ് പറഞ്ഞു, ഒരു കാരണവശാലും അത് സാധ്യമല്ല. അങ്ങനെയല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ മാനസാന്തരമില്ലാത്തത് കൊണ്ടാണ് ഈ ധനവാൻ നരകത്തിൽ പോകുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, അവർ മാനസാന്തരപ്പെടും. ധനമുള്ളത് കൊണ്ടല്ല. ആ വ്യക്തിക്ക് ഒരു തെറ്റ് നമ്മൾ കാണുന്നില്ല, അദ്ദേഹം മദ്യപിച്ചതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായിരുന്നില്ല. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പോകുന്ന വഴി തെറ്റാണെന്നും ഈ രീതിയിലൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ നിത്യമായ നരകത്തിൽ ഞാൻ എത്തുമെന്നും ഞാനൊരു മഹാഭാവിയാണെന്നും, എന്നാൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചുവെന്നും അവൻ ചൊരിഞ്ഞ ആ തിരുരക്തത്താൽ, പാപമില്ലാത്ത രക്തത്താൽ എൻ്റെ പാപങ്ങളെല്ലാം കഴുകപ്പെട്ടെന്നുമുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയത്തെ തന്നെ തിരിക്കുന്ന, പശ്ചാത്തപിക്കുന്ന, അനുതപിക്കുന്ന, നമ്മെ തന്നെ വിനയപ്പെടുത്തുന്ന അവസ്ഥയാണ് മാനസാന്തരം. ശാന്തമായി നാം ചിന്തിക്കാം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ മാനസാന്തരം നമുക്ക് വന്നിട്ടുണ്ടോ? ഈ മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മെ എതിരേൽക്കുവാൻ ദൂതന്മാർ അവിടെ എത്തും. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് കാര്യം? ദൂതന്മാർ നോക്കി നിൽക്കുകയായിരുന്നു. എപ്പോഴാണ് ഈ പാവപ്പെട്ട വ്രണം നിറഞ്ഞ രോഗിയായ ആരും സഹായിക്കാനില്ലാത്ത ദരിദ്രൻ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് എപ്പോഴാണ് വേർപെടുന്നത് എന്ന് നോക്കി നിൽക്കുന്ന ദൂതന്മാരുണ്ടായിരുന്നു. കാരണം സ്വർഗത്തിന് വിലയേറിയത്, സർവ്വലോകത്തെക്കാളും വിലയേറിയത് ഒരാത്മാവ് എന്നുള്ളതാണ്. പച്ചക്കറിക്കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാത്രിയായി 10 മണി 11 മണി, അദ്ദേഹം എല്ലാം അടച്ചു വെക്കും. എന്ത് ചെയ്യും? വല്ല പൂട്ടും ഇടുവോ? ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ടോ? ഒന്നുമില്ല. ഒരു ടാർപോളിൻ കൊണ്ട് മറച്ച് ഒരു കയറ് കൊണ്ട് കെട്ടും. കൂടി വന്നാൽ എലി കയറാതിരിക്കാൻ. അത്രേ ഉള്ളൂ. അദ്ദേഹം സമാധാനമായിട്ട് വീട്ടിൽ പോയി കിടക്കും. ഒരു ടെൻഷനും ഇല്ല. അദ്ദേഹത്തിന് പേടിയില്ല, എൻ്റെ ആ പച്ചക്കറി കടയിലെ പച്ചക്കറി മുഴുവനും വല്ലവരും കൊണ്ടുപോകുന്നു, ഒരു ടെൻഷനും ഇല്ല. അത്രേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ സ്വർണ്ണക്കടയിലേക്കൊന്ന് ചെന്നേ. പോലീസ് പറഞ്ഞു നിങ്ങളുടെ സ്വർണം സൂക്ഷിക്കണം. ജ്വല്ലറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ എത്ര പൂട്ട, ഒന്നല്ല 1, 2, 3 പൂട്ടുകൾ. അതിന്റെ പുറത്തൊരു സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി നോക്കാൻ ഒരു CCTV. എന്റെ കാരണം എന്താണെന്നറിയോ? വിലയേറിയ സാധനം, ഈ ഭൂമിയിലെ വിലയേറിയ സാധനം മുറിക്കകത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഈ ലോകത്തിലെ കാര്യമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഇവിടുത്തെ ജ്വല്ലറിയിലെ സ്വർണ്ണമല്ല പ്രധാനം. ഒരു കുടിലായിരിക്കാം, ചാണകം വഴിയ തറ ഒരുപക്ഷെ ഉണ്ടായിരിക്കണമെന്നില്ല, ഒരുപക്ഷെ എല്ലാ വാതിലും ഇല്ലായിരിക്കാം, കടബാധ്യതയുള്ള വീടായിരിക്കാം, ജപ്തി നോട്ടീസുള്ള വീടായിരിക്കാം. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ലാസറിന്റെ ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട് എത്ര സാധാരണ വീടായാലും അവിടെ വിലയേറിയ ഒരാത്മാവുണ്ടെങ്കിൽ, മാനസാന്തരപ്പെട്ട ഒരാത്മാവുണ്ടെങ്കിൽ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചൊരു വ്യക്തിയുണ്ടെങ്കിൽ, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർക്ക് പോലും നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും സ്വർഗത്തിലെ ദൂതന്മാർ നോക്കി നിൽക്കുകയാണ്. അവനേറ്റവും വിലപ്പെട്ട വീടാണത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? നമ്മളിപ്പോഴും നമ്മുടെ ഓരോ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും പരിദേവനങ്ങളും നമ്മൾ ദൈവത്തോട് പറയുകയാണ്. എന്നാൽ സ്വർഗം നോക്കുമ്പോൾ നമ്മുടെ വീട് ഏറ്റവും വിലയേറിയ വീടാണ്. മാലാഖമാർ, ദൂതന്മാർ കാവൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ മോശയും പ്രവാചകന്മാർ? നമ്മൾ വായിച്ചു കേട്ടത് എന്താണ്? ഒന്നുകൂടെ വായിക്കാം. അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റതാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കണം. അപ്പോൾ മാനസാന്തരപ്പെടണം. മാത്രമല്ല വാക്ക് കേട്ട് വിശ്വസിക്കണം. ഇപ്പോൾ നമ്മൾ വായിച്ചതാണ്. വേറെ ഒന്നും വേണ്ട, ഒന്ന് മാനസാന്തരം. ആ മാനസാന്തരം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? വചനം കേൾക്കണം, വാക്ക് കേട്ട് വിശ്വസിക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് കേൾക്കാനുള്ള ചെവിയാണ് വേണ്ടത്. വിശ്വാസം തരുന്ന ചെവിയാണ് നമുക്ക് വേണ്ടത്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് അവർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. എന്താണ് ഈ മോശയും പ്രവാചകന്മാരും? നമുക്ക് വായിക്കാം. അതിന് ലൂക്കോസിന്റെ 24-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കും. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ സംഭവം നമ്മൾ മോശയും പ്രവാചകന്മാരുമാണ് നമ്മുടെ വിഷയം. എന്താണ് മോശയും പ്രവാചകന്മാരും? എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നോക്കുമ്പോൾ 2 ശിഷ്യന്മാർ വാടിയ മുഖത്തോടുകൂടെ അവർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. സഭയെ നടത്തേണ്ട പിതാക്കന്മാരാണ്. കർത്താവിൻ്റെ മരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം സഭയെ നടത്തേണ്ട പിതാക്കന്മാർ, സന്തോഷത്തോടും ഉത്സാഹത്തോടും ഉണർവോടും കൂടെ സഭയെ നടത്തേണ്ട പിതാക്കന്മാർ വാദിച്ചും തർക്കിച്ചും മുഖം വാടിയും നടക്കുകയാണ്. അവരെന്തൊക്കെയോ തർക്കിക്കുകയാണ്, അവരെന്തൊക്കെയോ വാദിക്കുകയാണ്. പിതാക്കന്മാര് 2 പേര് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു അവരോട് ചേർന്ന് നടന്നു. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ ഈ സംസാരിക്കണേ, നിങ്ങൾ എന്താ ഈ തർക്കിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? യേശുവാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. യേശു ചേർന്ന് നടക്കുകയാണ്, ഒന്നും അറിഞ്ഞിട്ടില്ലേ? ഇവിടെ സംഭവിച്ചതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇവിടെ ഞങ്ങൾ എന്ത് നല്ല കൂട്ടായ്മയായിരുന്നു, യേശു ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? യേശു കുരിശിൽ മരിച്ചു. കുറെ സ്ത്രീകൾ വന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളാകെ പേടിച്ചിരിക്കുക. അവരിങ്ങനെ പരിദേവനങ്ങൾ പറയുകയാണ്. അത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഓ മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു കഷ്ടം അനുഭവിക്കേണ്ടതല്ലയോ? തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ?
എന്ന് ഈ പിതാക്കന്മാരോട് പറഞ്ഞു. എന്നിട്ട് ഒന്നുകൂടെ വായിക്കാം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവത്തിന് മഹത്വം. കർത്താവ് അവരോട് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും, യെശയ്യാ പ്രവാചകൻ തുടങ്ങി, അങ്ങനെ തിരുവെഴുത്തുകളിലുള്ളത് എല്ലാം തന്നെ കുറിച്ചുള്ളത്, യേശുവിനെ കുറിച്ചുള്ളത് അവരോട് വിവരിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മോശയും പ്രവാചകന്മാരും പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. മോശയും പ്രവാചകന്മാരും വേറെ ഒന്നും പറയുന്നില്ല. ഏറ്റവും ഏൻഷ്യൻ ബുക്ക് ഇൻ ദ ബൈബിൾ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും പുരാതനമായ പുസ്തകം ഇയ്യോബാണ്. അവിടെ ഇയ്യോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രവാചകന്മാരിൽ തലവനായ, ദീർഘദർശിമാരിൽ തലവനായ മോശ 1-ാം പുസ്തകത്തിൽ എഴുതി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അത് യേശുവിനെ കുറിച്ചാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് കേൾപ്പിച്ചത് ആര് വിശ്വസിക്കും? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ വ്യസനപാത്രമായിരുന്നു, രോഗം ശീലിച്ചവനായിരുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ, പാപങ്ങളെ അവൻ വഹിച്ചു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് യേശുവിന്റെ കുരിശു മരണത്തെക്കുറിച്ച്. അപ്പോൾ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളാണ്, വിശുദ്ധ വേദപുസ്തകമാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വചനമാണ്. അതുകൊണ്ടാണ് അബ്രഹാം പിതാവ് പറഞ്ഞത്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കട്ടെ എന്ന്. കാരണം യേശു ക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തെ സകല മഹാന്മാരും മരിച്ച് അവരുടെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നു. അവരുടെ കല്ലറയിലേക്ക് ചെന്ന് നോക്കിയാൽ അവർ അവിടെ ഉണ്ട്. എബ്രഹാം ലിങ്കൻ ഇവിടെ വിശ്രമിക്കുന്നു, ഇന്ദിരാഗാന്ധി ഇവിടെ വിശ്രമിക്കുന്നു, മഹാത്മാഗാന്ധി ഇവിടെ വിശ്രമിക്കുന്നു. എന്നാൽ കർത്താവിന്റെ കല്ലറയിലേക്ക് ചെന്നാൽ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മെ സ്വർഗത്തിലെത്തുവാൻ വേണ്ടിയിട്ട്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ വാക്യം ഒരിക്കലും മറക്കുകയില്ല. പലപ്പോഴും എനിക്ക് ധൈര്യം തരുന്ന, ശക്തി തരുന്ന, നിത്യജീവന്റെ ഉറപ്പ് തരുന്നൊരു വചനമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ഉയർപ്പ് നമുക്കുണ്ട്, ഒരു നിത്യത നമുക്കുണ്ട്. അത് യേശുവിന് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ആര് പ്രസംഗിക്കുന്നു അവരെല്ലാം മോശയും പ്രവാചകന്മാരുമാണ്. അല്ലാതെ ജീവിച്ചിരിക്കുന്നവർ എന്നല്ല അർത്ഥം. ജീവിച്ചിരിക്കുന്നവനാണ് മരിച്ചവൻ. വേദപുസ്തകം പറയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നു, പക്ഷേ ആത്മാവിന് എനിക്ക് ജീവനില്ല എങ്കിൽ, ദൈവം എന്നെ നോക്കി പ്രസാദിക്കുന്നില്ല എങ്കിൽ എൻ്റെ പേര് മരിച്ചവനെന്നാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ പേര് മരിച്ചവൻ്റെ പ്രസംഗം എന്നാണ്. 2-3 ദിവസവും ഞാനിങ്ങനെ മരിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ പേര് ചീഞ്ഞവൻ്റെ പ്രസംഗം എന്നാണ്. അല്ലാതെ പിതാക്കന്മാരല്ല. പരിശുദ്ധ പിതാക്കന്മാർ, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ യേശു ക്രിസ്തുവിനെ നമുക്ക് പകർന്നു തന്നവരായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകൻ ബില്ലി ഗ്രഹാം, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അദ്ദേഹത്തിന്റെ യൂട്യൂബിലൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വചനം നാം കേൾക്കുമ്പോൾ അത് മോശയും പ്രവാചകന്മാരും തരുന്ന വചനമാണ്. അത് ഇന്നും, അദ്ദേഹം മരിച്ചുപോയി, എന്നാൽ ഇന്നും നാം കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. മിസ്രൈമിൽ നിന്ന് വന്ന മണവാട്ടിയെ സ്വീകരിക്കുവാൻ വേണ്ടി, ആ മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വിവാഹ ശുശ്രൂഷയിൽ പറയുമ്പോൾ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് എഴുതിയ വചനമാണ്. എന്നാൽ ഒരു വിശ്വാസി അത് കേൾക്കുമ്പോൾ ആത്മാവിൽ ആനന്ദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മോശയും പ്രവാചകന്മാരും എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വചനമാണ്. യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് രക്ഷ ലഭിക്കുന്നത്. നമുക്ക് ഒരു വാക്യം വായിക്കാം, 16:24. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വചനം സാക്ഷിക്കുന്ന സ്ഥലത്താണ്. യേശുക്രിസ്തുവിന്റെ വചനം തിരുവെഴുത്തുകളിൽ നിന്ന് കേൾക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് സാക്ഷിക്കുമ്പോൾ, അന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നല്ലയോ എന്ന് പറഞ്ഞതുപോലെ ധ്യാനത്തിങ്കൽ തീ കത്തുന്ന അവസ്ഥ വരുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോഴാണ്. ഇവിടെ ലാസർ ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഒരേ ഒരു അവയവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് ധനവാന്റെ നാവാണ്. വളരെ ഭയത്തോടും
ബഹുമാനത്തോടും ദൈവവചനത്തോടുള്ള ബഹുമാനത്തോടും കൂടെ ഞാൻ ഈ വചനം ചിന്തിക്കുകയാണ്. ധനവാന്റെ ഒരേ ഒരു അവയവം നാവ്. ആ നാവിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ആ നാവാണ് ഏറ്റവും അധികം ജ്വാലയിൽ വേദനിക്കുന്നത്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ പറയുന്ന വചനം യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, നാവ് ഒരു ചെറിയ അവയവമാണ്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തിയുള്ള സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു എന്ന് പറഞ്ഞിട്ട് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. ശ്രദ്ധിക്കണം. കുതിര മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ കുതിരയെ അടക്കുന്നത്? ഒരു കടിഞ്ഞാനുണ്ട്. ആ കടിഞ്ഞാൻ പിടിച്ച് ആ കുതിരയെ ഓടിക്കുന്നയാള് ആ കുതിരയുടെ ശരീരം മുഴുവനും തിരിക്കും. യുദ്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് പോകണമോ വലത്തോട്ട് പോകണമോ കിഴക്കോട്ട് പോകണമോ പുറകോട്ട് പോകണമോ ഈ കടിഞ്ഞാണിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കപ്പൽ ഓടുകയാണ് കടലിലൂടെ. പക്ഷെ ആ കപ്പലിന് ഒരു അമരക്കാരനുണ്ട്. ഈ അമരക്കാരൻ ചെറിയ ചുക്കാൻ പിടിച്ച് കപ്പൽ തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്, കാറ്റുകളൊക്കെ വരും പക്ഷെ തിരിക്കും. എന്നതുപോലെ നമ്മുടെ നിത്യജീവൻ അഥവാ നമ്മൾ എങ്ങോട്ടാണ് മരണത്തിന് ശേഷം നാം എത്തുന്നത് എന്ന് നമ്മുടെ ശരീരത്തെ മുഴുവനും, ഒരു പക്ഷേ ശരീരവും മനസ്സും ആത്മാവും തിരിക്കുന്ന ഒരേ ഒരു അവയവം നമ്മുടെ നാവാണ്. നമ്മുടെ നാവിനെ അനുസരിച്ചിരിക്കും നരകമാണോ സ്വർഗമാണോ എന്നുള്ളത്. സാക്ഷിക്കാൻ ഇനി മടിക്കരുത്, സ്തുതിക്കാൻ ഇനി മടിക്കരുത്. എന്നാൽ നമ്മൾ തെറ്റിപ്പോകുമോ, നമ്മൾ തോറ്റുപോകുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. പലരും നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞു. പിശാച്, അപവാദി നമ്മളെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും കർത്താവ് പറഞ്ഞു, അവൻ എൻ്റെ മോനാ, അവൻ എൻ്റെ മോളാ, ഞാൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു വാക്യം കൂടെ നമുക്ക് വേഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24:44 കൂടെ നമുക്ക് വായിക്കാം. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് സംസാരിച്ചപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതിന് ലുദിയായുടെ ഹൃദയത്തെ തുറന്ന കർത്താവ് നമ്മുടെ ബുദ്ധിയെ തുറന്നു തരുമ്പോൾ, സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയെ തുറന്നു തരുമ്പോൾ മോശയും പ്രവാചകന്മാരും പറഞ്ഞത് നമുക്ക് വെളിവായി വരും. എന്താണ് പറഞ്ഞത്? അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ക്രിസ്തു കഷ്ടമനുഭവിച്ചു. യേശു ക്രിസ്തുവിന്റെ മരണം, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പിതാക്കന്മാർ പറഞ്ഞു, കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിന്റെ 2ാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. കാരണം അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. അതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. 1 to 1 മറ്റുള്ളവരോട് നമ്മൾ പറയേണ്ടത്, സാക്ഷിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്, നമ്മൾ സംസാരിക്കേണ്ടത്. ഇതാണ് കാര്യം. അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരു തലമുറയെ ഒരുക്കുന്നവരായിരിക്കണം. യേശുവിന്റെ മരണത്തെ ഓർക്കുന്നു, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, യേശുവിന്റെ 2ാമത്തെ എഴുന്നള്ളത്തിനായി നോക്കി പാർക്കുന്നു. അതിനുവേണ്ടി ഒരു ജനത്തെ നമ്മൾ ഒരുക്കുന്നു. ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ആ ധനവാൻ മരിച്ചു, അവൻ പാതാളത്തിൽ യാതന അനുഭവിച്ചു. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അതിന്റെ കാരണം മാനസാന്തരം ഉണ്ടായിരുന്നു, ധനവാന് മാനസാന്തരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപമോചനം പ്രാപിക്കുന്ന ഏത് വ്യക്തിക്കും സ്വർഗത്തിലെത്തുവാൻ സാധിക്കും. എന്നാൽ നാം കേട്ടുവരുന്നത് മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരമാണ്. അത് വളരെ വിലയേറിയ കാര്യമാണ്. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു, ശരിയാണ്. എന്നാൽ സഭകളോട് പറയുന്നത് നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുവാനാണ്. സഭ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് പറയുകയാണ്, നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക? എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ട ചിന്ത ഇതാണ്, ഇനി എനിക്ക് എന്താണ് തിരുത്താനുള്ളത്? മറ്റുള്ളവരെ തിരുത്തുന്ന കാര്യമല്ല, എൻ്റെ ജീവിതത്തിൽ
എന്താണ് തിരുത്താനുള്ളത്? കണ്ണുനീരോടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം അടുത്ത് വരും. ദൈവത്തോടടുത്ത് വരുമ്പോൾ ദൈവം നമ്മോട് അടുത്ത് വരും. ദൈവം നമുക്ക് തിരുത്താനുള്ളത് പറഞ്ഞു തരും. ദൈവം നമ്മളെ സ്വർഗത്തിലെത്തിക്കും. ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് 2 തവണ കർത്താവ് പറഞ്ഞതിന് ശേഷം മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷിക്കും, ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. ഇതെല്ലാം കർത്താവ് പറഞ്ഞെങ്കിൽ എന്നെ നോക്കി ദൈവം സന്തോഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ശാന്തമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പാപങ്ങൾ കണ്ടെത്തണം. അതാണ് ഏറ്റവും പ്രധാനം. അതിന് പറ്റിയ സ്ഥലമാണ്, സമയമാണ് ദൈവം നമുക്ക് തന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ചേർന്ന് ഒരു വാക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ കൊണ്ടുപോകാനായി വന്നു. അല്പനേരം മാത്രം നമ്മുടെ യാത്ര തീരുവാൻ നമ്മൾ യേശുവിനെ മുഖാമുഖം കാണും. അത് അടുത്ത നിമിഷമാണോ എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. യേശുവിനെ കാണുമ്പോൾ നാം ലജ്ജിച്ചു പോകരുത്. ഒരു പിടിത്താളുമായി യേശുവിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചേർന്ന് പാടാം. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാ, യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു, വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. അടിയങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗത്തിലെത്തുവാൻ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരും നശിച്ചു പോകാതെ, പാതാളത്തിൽ യാതന അനുഭവിക്കാതെ യേശുവെ ഞങ്ങളെ കാത്തുകൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലത്തു ഭാഗത്തെ കള്ളൻ അവൻ പരദീസിയിൽ നിന്നോടുകൂടെ ഇരുന്നത് പോലെ കർത്താവെ, ഞങ്ങളുടെ മരണസമയത്ത് അവിടുത്തെ ദൂതന്മാർ ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങൾക്കൊരു നല്ല നാഥനുള്ളതിനാൽ സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന കർത്താവെ, ഞങ്ങൾക്ക് മാനസാന്തരം തരണമേ. മാനസാന്തരമില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകുമല്ല കർത്താവെ. ഞങ്ങളപ്പനോട് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.